നമ്മളെല്ലാവരും ഒരുമിച്ച് പഞ്ചരത്നത്തിൽ കഴിയുന്ന അവസാനത്തെ രാത്രിയായിരിക്കും അമ്പിളി ഇത്. രഘുവേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഈ പഞ്ചരത്നം വീട് ആർക്കെങ്കിലും വിറ്റിട്ടാണോ നമ്മൾ ഇവിടുന്ന് പോകുന്നത്? ഈ വീട് നമ്മുടെ തന്നെയല്ലേ രഘുവേട്ടാ? നമുക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് താമസിച്ചൂടെ? അല്ല, ഞാൻ ചോദിച്ചത് അമ്മാവനും മക്കളും പേരക്കുട്ടികളും ഒപ്പം ഞാനും ഒരുമിച്ചുണ്ടാവുന്ന കാര്യമാണ്. അതിനും ഉണ്ടാവാൻ സാധ്യത കുറവാണ് അമ്പിളി. നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നതോടെ ഇന്ദ്രൻ വന്ന അനുവിനെയും ശബരി വന്ന ദേഹനെയും അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന എന്റെ മനസ്സ് പറയുന്നത്. അത് നല്ല കാര്യമല്ലേ രഘുവേട്ടാ? അവരവരുടെ ജീവിതമായിട്ട് പോകുന്നതല്ലേ നമുക്കും സന്തോഷം. അതെ, പക്ഷെ പിന്നീട് അവരുടെ സ്വന്തം വീട് പഞ്ചരത്നം ആയിരിക്കില്ല, കല്യാശ്ശേരി തറവാടായിരിക്കും. അവിടെയാണ് ഇനി എല്ലാവരും ഒത്തുകൂടുന്നെങ്കിൽ ഒത്തുകൂടുക. ഈ രഘുവേട്ടന്റെ ഒരു കാര്യം, എല്ലാരും ഇവിടെ ഒത്തുകൂടണമെന്ന് രഘുവേട്ടൻ എന്താ ഇത്ര നിർബന്ധം? നമുക്ക് ഇവിടെ വന്ന് താമസിക്കണമെന്ന് തോന്നുമ്പോ വന്ന് താമസിച്ചാ പോരെ? ശരിയാ, ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുമിച്ചുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു കാര്യമില്ല. പോകുന്ന പോലെയൊക്കെ പോട്ടെ അല്ല? അല്ലാതെ പിന്നെ അനുവും ദേയും ഭർത്താക്കന്മാരുടെ കൂടെ പോകുമ്പോ ചിരുവിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു. അതിനുള്ള വഴിയും ചിലപ്പോ തെളിഞ്ഞു വരും അമ്പിളി. വിനയനിൽ വന്ന മാറ്റം കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ചീരു അതിന് തയ്യാറാവുന്ന തോന്നുന്നില്ല രഘുവേട്ടാ. അനു അവളോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് മരിക്കേണ്ടി വന്നാലും വിനയന്റെ അടുത്തേക്ക് തിരിച്ചു പോവില്ലെന്ന വാശിയിൽ തന്നെ അവള്. അല്ല, അവൻ അത്രമാത്രം അവളെ ദ്രോഹിച്ചു കാണും രഘുവേട്ടാ. ഇനി നമ്മളായിട്ട് അങ്ങനെ ഒരു കാര്യം ചിരുവിനോട് പറയണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. കിടക്കാം.